പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ് വിവാദമുയർത്തി CPM-ൽ നിന്ന് പുറത്തായ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഉടൻ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. പാർട്ടിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന എന്ത് കണക്കാകും പുസ്തകത്തിൽ ഉണ്ടാകുകയെന്ന ചർച്ച രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാണ്. ഫണ്ടിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്ന പരാമർശങ്ങൾ പുസ്തകത്തിലുണ്ടാകുമെന്ന സൂചനകൾ കുഞ്ഞികൃഷ്ണൻ നേരത്തെ തന്നെ നൽകിയിരുന്നതാണ്. CPM നേതൃത്വത്തെ തുറന്ന സംവാദത്തിനും വെല്ലുവിളിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം അത് അല്പസമയത്തിനകം പ്രകാശിതമാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ എത്രത്തോളം ആളുകൾ പാർട്ടി പ്രവർത്തകർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് എന്നതാണ് ഒന്ന്. രണ്ട്, എന്തൊക്കെ ബോംബാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ വാക്കുകൾ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് നമുക്ക് കടമെടുത്താൽ എന്തൊക്കെ ബോംബാണ് ഈ പുസ്തകത്തിലുള്ളത് എന്നതാണ് ആകാംക്ഷ. വിനീത, അല്പസമയത്തിനകം തന്നെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം പുറത്തിറങ്ങും. നമ്മളിപ്പോൾ ഉള്ളത് ഈ പുസ്തക പ്രകാശന ചടങ്ങ് നടക്കുന്ന പയ്യന്നൂരിലെ ഗാന്ധി പാർക്കിലാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം ഒട്ടനവധി ആളുകൾ ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഈ ഗാന്ധി പാർക്ക് മുഴുവനായി തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകളാണ് എന്ന് തന്നെ പറയാം. എന്താണ് ഈ പുസ്തകത്തിലുള്ളത് എന്നുള്ളത് ആകാംക്ഷ ഉണ്ടാക്കുന്ന ചോദ്യമാണ് വിനീത. അതിനാൽ തന്നെയാണ് ഈ രീതിയിലുള്ള ആളുകൾ എന്നാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. എന്താണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് അറിയാൻ വേണ്ടി വന്നവർ തന്നെയാകാം ഇത്. ചേട്ടാ, എവിടുന്ന വരുന്നു? എവിടുന്ന? വടകരയാണ്. പുസ്തകം എന്താണ് പുസ്തകത്തിലുള്ളതെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അതും പിന്നെ ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്റെ ഒരു കടമയാണെന്ന നിലയിലാണ് ഇവിടെ വന്നത്. അത് ചേട്ടൻ എവിടുന്ന? വടകരയാണ്. പുസ്തകത്തിന്റെ എന്താണ് ഈ പുസ്തകത്തിലുള്ളതെന്ന് ഒരു ആകാംക്ഷ, ഒരു ജിജ്ഞാസ എന്താണെന്ന് അത് എല്ലാവരും അറിയണമല്ലോ. അത്ര തന്നെ ഒരു ജിജ്ഞാസ. ഓക്കെ, അതിലപ്പുറമൊന്നുമില്ല. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഇഷ്യൂ അല്ലേ, അതിലപ്പുറമൊന്നുമില്ല. ചേട്ടൻ എവിടുന്ന? ഞാൻ കണ്ണൂര് തന്നെ. വരാനുള്ള ഉദ്ദേശം എന്താ കുഞ്ഞികൃഷ്ണൻ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയാണ്. അതെ അതിനു വേണ്ടി വന്നതന്നെ. ചേട്ടനോ? ഞാൻ നാട്ടിൽ തന്നെ, പയ്യന്നൂർ. ഈ സംഭവം ഈ വാർത്തകളൊക്കെ കാണുന്നുണ്ടാവില്ല, അപ്പൊ എന്താ ഇതിൻ്റെ അകത്ത് നമുക്കൊരു തോന്നിയ കാര്യം? ഒരു 5 കൊല്ലം ഇത് സത്യം തന്നെയാണ്. ഇത് സത്യമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ 5 കൊല്ലം മുമ്പുള്ളതേ ആണോ ഇത്? അപ്പോൾ അയാളെ പുസ്തകം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് വന്നതാ. അതാ മുന്നിൽ കയറിയിട്ടിരുന്നത്. എന്താ കുഞ്ഞികൃഷ്ണേട്ടൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി വന്നതാണ്? പറയുന്നത് നമ്മൾ കുറേ നാളായി കേൾക്കുന്നതാണ്. ഇത് എത്രയോ കാലഘട്ടത്തിലുള്ളതാണ്. ഇത് നടന്ന സംഭവമാണ്. ഒരു ബോംബായി മാറും ഈ പുസ്തകം എന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ടോ? അത് അവർക്കറിയാലോ. ഞാൻ പുസ്തകം വാങ്ങാൻ വേണ്ടി മാത്രം വന്നു. പുസ്തകം വാങ്ങാൻ വേണ്ടി. എന്താണ് അതിലുള്ളതെന്ന് അറിയണം. എല്ലാം അറിയാം. നമ്മൾ കേട്ടതല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അത്രയേ ഉള്ളൂ. വിനീത, അങ്ങനെ തന്നെയാണ്. എന്താണ് ഈ പുസ്തകത്തിൽ അധികമായി ഉള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം നേരത്തെ പല കാര്യങ്ങളും പ്രതികരണങ്ങളിലൂടെ വി കുഞ്ഞികൃഷ്ണൻ നടത്തിയിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ എന്താണ് ഈ പുസ്തകത്തിലുള്ളത് എന്നുള്ളത് ഈ ആളുകളെ സംബന്ധിച്ച് പ്രധാനമാണ്. ചേട്ടൻ എവിടുന്ന വരുന്നത്? ഞാൻ കായംകുളത്തുനിന്ന്. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം? തീർച്ചയായും. എന്താണ് നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം, അതൊക്കെ എന്താണെന്ന് അറിയാൻ? അനീതിക്കും പിന്നെ അടിച്ചമർത്തലിനും എതിരായിട്ടുള്ള പോരാട്ടമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പോരാട്ടം. അതാണ് കുഞ്ഞികൃഷ്ണൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പങ്കുചേരേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള തരത്തിൽ എൻ്റെ കടമയാണ്. പാർട്ടി പ്രവർത്തകനാണോ? ഞാൻ പാർട്ടി പ്രവർത്തകനായിരുന്നു. ഇപ്പോഴും ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഒരു മെമ്പറൊന്നുമല്ല, CPM അല്ല. പക്ഷേ ഈ പാർട്ടി തകരാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. ഈ പ്രതികരണങ്ങളൊക്കെ, കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണങ്ങളൊക്കെ ചേട്ടൻ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്നെ ഒരു പാർട്ടിയിലോട്ട് വിളിക്കാൻ ആരും വരണ്ട. ഞാൻ ആരാണ് എന്നുള്ളതിന് വ്യക്തമായ ധാരണയുണ്ട്. വിനീത, ഇതാ ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ വേദിയിലേക്ക് വരികയാണ്. നമുക്കറിയാം കരഘോഷത്തോടുകൂടിയാണ് ആളുകൾ, ഈ ചടങ്ങ് വീക്ഷിക്കാനെത്തിയ ആളുകൾ അദ്ദേഹത്തെ എതിരേൽക്കുന്നത്.